ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രം 1-ാം പാദം മേടൻ രാശിയിലും 2, 3, 4 പാദങ്ങൾ ഇടവം രാശിയിലുമായിട്ട് സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ നക്ഷത്രം വിഷുവിന് ശേഷം വളരെ അഭിവൃദ്ധികരമാണ്. അതായത് ഈ വർഷത്തെ വിഷു മേടൻ രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയത്താണ് വിഷു ആരംഭിക്കുക. അതിനനുസരിച്ചാണ് വിഷുഫലം പറയുന്നത്. അപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികരം. കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31-ാം തീയതി, അതായത് 2024 ഏപ്രിൽ മാസം 13-ാം തീയതി ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയും വരാഹകരണവും ശോഭന നാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കും. ആദിത്യൻ ഒരു പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ്. അതിന് ഏറ്റവും ശക്തി വർദ്ധിക്കുന്ന മാസമാണ് മേടമാസം. മേടം രാശിയാണ് ആദിത്യൻ്റെ ഉച്ചരാശി. ഓരോ ഗ്രഹത്തിനും ഉച്ചം, നീചം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം എന്നൊക്കെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഉച്ചനായി വരുന്നത് ഭാഗ്യാധിപൻ കൂടിയാണ്. ഈ കാർത്തിക നക്ഷത്രത്തിന് കേന്ദ്രാധിപത്യ ശുഭത്വവും ഒക്കെയുള്ള ആ ഗ്രഹം വന്നു നിൽക്കുമ്പോൾ സ്വന്തം നാട് വിട്ടും ഒക്കെ അഭിവൃദ്ധി വന്നു ചെയ്യും. കാർഷിക രംഗത്ത് വളരെ അഭിവൃദ്ധികരമായ കാലാവസ്ഥകൾ വന്നു ചേരുന്നതിനാണ് സൂചന. കൃഷിക്കാർക്ക് നല്ലതാണ്. ആവശ്യത്തിന് മഴയും വേനലും മഞ്ഞുകാലവും ഒക്കെ ലഭിക്കും. അത് മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ നല്ലതാണ്. പക്ഷികളെ വളർത്തുന്നവർ, മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്നവർ, മറ്റ് ചെടികൾ, ഔഷധ ചെടികളായാലും പൂക്കളുടെ കൃഷിയായാലും, അതുമല്ല ഇനി ഭക്ഷണത്തിനായുള്ള ഇലക്കറികൾ, നെൽച്ചെടികൾ, ഗോതമ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. കൂടാതെ നാണ്യവിളകൾ, റബ്ബർ, കുരുമുളക്, കാപ്പി, ഏലം, ഗ്രാമ്പു അങ്ങനെയുള്ള കൃഷികൾക്കും ഈ വർഷം അനുകൂലമാണ്. മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും, അതായത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഗവൺമെൻറ് സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചെയ്യും. അത് മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സ് അല്ലെങ്കിൽ പഠിക്കുകയോ അതിൻ്റെ പരീക്ഷകൾ എഴുതുകയോ മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ പ്രൊമോഷനായി ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അഭിവൃദ്ധികരമാണ്. നല്ല വിജയങ്ങൾ വന്നു ചെയ്യും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയായാലും മറ്റ് വലിയ വലിയ വാഹനങ്ങൾ, സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ളവർ, അതിൽ നിന്നൊക്കെ വിജയങ്ങൾ വന്നു ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധികരമാണ്. സിനിമയായാലും സീരിയൽ രംഗമായാലും സ്റ്റേജ് പ്രോഗ്രാം ആയാലും, അതുപോലെ തന്നെ സംഗീത രംഗത്തോ ഡാൻസ്, നൃത്തം, കൂടാതെ മറ്റ് കലാരംഗങ്ങൾ, അതായത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നവർ, കെട്ടിടങ്ങൾ പണിയുന്നവർ, പണിക്കാർ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, വസ്ത്രവ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അത് പാചകകലയായാലും വളരെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷം. തീരദേശത്തൊക്കെയുള്ള മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ വിജയപ്രദം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ
പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി.